മാർക്കിൽ നഴ്സിംഗിന് ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 17 ആണ്. ജൂലൈ 15. സോ എന്താണ് PNC മാർക്ക്? നമുക്കറിയാം കേരളത്തിൽ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ 2026-27 അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനുള്ള 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണുള്ളത്. LBS സെൻറ്റർ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം. അതുപോലെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ്, പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് സെയിം ലൈക്ക് നമ്മുടെ +2 നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരൊറ്റ സിംഗിൾ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ കോളേജസ് ഒക്കെ ചൂസ് ചെയ്യുന്നത്. സോ അതാണ് PNC മാർക്ക്, പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള. സോ ഇവിടെ നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട കോളേജസ് ഒക്കെ ചൂസ് ചെയ്യാം. മാക്സിമം നമുക്ക് 10 കോളേജസ് വരെയാണ് ചൂസ് ചെയ്യാവുന്നത്. സോ ആ കോളേജസ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ബേസിൽ കോളേജസിൽ അഡ്മിഷൻ നേടാൻ പറ്റും. സോ അതാണ് PNC മാർക്ക്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. സോ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോഴെങ്കിലും ചില സ്റ്റുഡൻസ് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. സോ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15/7/2026 ആണ്. ജൂലൈ 15 വരെ അപേക്ഷകൾ അയക്കേണ്ട ഡേറ്റ് ഉണ്ട്. ഇതിനകത്ത് ഗവൺമെന്റ് ഫീസ്, ഗവൺമെന്റ് പ്രൈവറ്റ് മാനേജ്മെന്റിന് അലോ ചെയ്തിരിക്കുന്ന ഒരു ഫീസ് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു തവണ നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജ് അലോട്ട്മെന്റ് ബേസിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിനൊരു അഡ്വാൻറ്റേജ് വരുന്നത്. സോ എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്, കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് PNC മാർക്ക് 2026 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ ഇവിടെ നമുക്ക് കാണാം പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള. ഓക്കെ, സോ ഇവിടെ അപ്രോക്സിമേറ്റ്ലി ഒരു 42 കോളേജസിന്റെ ലിസ്റ്റ് ആണുള്ളത്. അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഇവിടെ കണ്ടോ, ഹോം, കോളേജസ്, കോഴ്സസ് രജിസ്ട്രേഷൻ, പ്രോസ്പെക്ടസ്, കോണ്ടാക്ടസ്, എബോട്ടസ്, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഹിയർ നമുക്ക് ജസ്റ്റ് നോക്കാം കോളേജസ് ഏതൊക്കെ കോളേജസ് ആണെന്ന് നോക്കാം. ആ കോളേജസ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും, 1 by 1 ലിസ്റ്റ് ചെയ്ത് അവിടെ എത്ര സീറ്റ് ഉണ്ട് എന്ന് നമുക്ക് ഇത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും. ഓരോ ഡിസ്ട്രിക്റ്റിലും, കാരണം ട്രിവാൻഡ്രത്ത് ഏതൊക്കെയുണ്ട്, തിരുവനന്തപുരത്ത് വരുന്ന കോളേജസ് അണ്ടർ ഈ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ. ഓക്കെ, കൊല്ലത്ത് വരുന്നത്, അതേപോലെ ഇതിന്റെ കോണ്ടാക്ട് നമ്പർ, ഇതിന്റെ നമ്പർ ഓഫ് സീറ്റ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വരുന്നതാണ് കോഴ്സ് രജിസ്ട്രേഷൻ, പ്രോസ്പെക്ടസ്, കോണ്ടാക്ടസ്. സോ നമ്മൾ എപ്പോഴും രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ കോളേജസിൽ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ വ്യക്തമായിട്ട് നിങ്ങൾ റീഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോസ്പെക്ടസ്. അറിയാമല്ലോ, നമുക്ക് BSc നഴ്സിംഗ് ഉണ്ട്, പോസ്റ്റ് BSc ഉണ്ട്, MSc ഉണ്ട്. BSc നഴ്സിംഗിനായിരിക്കുമല്ലോ ഇപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. സോ BSc നഴ്സിംഗ്. സോ ഇതിന്റെ പ്രോസ്പെക്ടസ് നമ്മൾ റീഡ് ചെയ്ത് നോക്കണം. റീഡ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ അയക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇത് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനകത്ത് എന്താണ് BSc നഴ്സിംഗ്, അത് ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്, ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം കേരളത്തിൽ ഒരേ ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളത്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ്. അതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ കോളേജസ് എല്ലാം ഉള്ളത്. സോ ഇത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഇൻ കേരള ഹാഡ് ഡിസൈഡഡ് ടു ഇൻട്രൊഡ്യൂസ് എ സെപ്പറേറ്റ് സെലക്ഷൻ പ്രൊസീജിയർ ഫോർ ദ അഡ്മിഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് ഇൻ ദ മാനേജ്മെന്റ് കോട്ട ഓഫ് BSc. സോ LBS ത്രൂ ഹാഫ് ഓഫ് ദ സീറ്റ്സ് ഉണ്ടായിരിക്കും. പകുതി സീറ്റ് LBS ആണ്, പകുതി സീറ്റ് ആണ് ഈ പ്രൈവറ്റ് വഴി, അത് PNC മാർക്ക് വഴി നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ എടുക്കാൻ പറ്റുന്നത് കേട്ടോ. സോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചൊന്ന് നോക്കുക ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുന്നായിട്ട്. സോ NRI സീറ്റിലേക്കും ആപ്ലിക്കേഷൻ അയക്കേണ്ട സ്റ്റുഡൻസ് ഇതുവഴിയാണ് നിങ്ങൾ NRI സീറ്റിലേക്ക് അയക്കേണ്ടത്, LBS വഴി അയക്കാം. സോ ഇതിനകത്ത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഇതിന്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, അക്കാഡമിക് ബേസിൽ നോക്കുവാണെങ്കിൽ കാൻഡിഡേറ്റ് ഹു ഹാസ് പാസ്ഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഓഫ് ദ ബോർഡ്, അതായത് കേരളത്തിലെ എക്സാമിനേഷൻ +2 എക്സാമിനേഷന് ഏകദേശം 50% മാർക്ക് ഉള്ള കുട്ടികൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലും ഇംഗ്ലീഷിന് 50% മാർക്കും ഉണ്ടാവണം എലിജിബിലിറ്റിക്ക്. ഓക്കെ, സോ നമുക്കറിയാലോ എല്ലാം നമ്മളിപ്പോൾ ഇൻഡെക്സ് മാർക്ക് സ്കോർ ചെയ്തിട്ടാണ്, ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ സ്കോറൊക്കെ ഫൈനൽ ഡിസൈഡ് ചെയ്യുന്നത്. എന്നാൽ 50% മാർക്സ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, കാൻഡിഡേറ്റ് ഹു ഹാസ് പാസ്ഡ് ദെയർ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ, ഇതെല്ലാം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഏജ് കൊടുത്തിട്ടുണ്ട്, 17 years ഓഫ് ഏജ് ഓൺ ദ 31st December 2026. യൂഷ്വലി കേരളത്തിൽ ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻസ് എലിജിബിൾ ആണ്. 50%
പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അയക്കേണ്ടത് എന്നാണ് പറയുന്നത്. PNC മാർക്കിൻ്റെ സിമ്പിളായിട്ട് പറയാം. PNC മാർക്കിൻ്റെ വെബ്സൈറ്റിൽ കയറുക, രജിസ്റ്റർ എന്ന് പറയുന്ന സെക്ഷൻ കയറുക, അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് പോവുക. ഓക്കെ, സോ അത് മാത്രമല്ല ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 1200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. സോ 1200 രൂപ നിങ്ങൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI ഒക്കെ വഴി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ അത് കൂടാതെ തന്നെ ഇതിൽ നമുക്ക് സെലക്ഷൻ ഓഫ് ദ കോളേജസ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഇനി വരുന്നതാണ് 50 ടോട്ടൽ 10 കോളേജസ് ആണ് നമുക്ക് ചൂസ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള കോളേജ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഏറ്റവും ഇഷ്ടപ്പെടുന്ന കോളേജ് ആദ്യം കൊടുക്കുക, പിന്നീട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ ഒരു 10 കോളേജസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ദെൻ ഇനിയാണ് പറയാൻ പോകുന്നത് ഫീസ്. ഞാൻ പറഞ്ഞു പ്രൈവറ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഫീസാണ് കളക്ട് ചെയ്യുന്നത്. സോ എത്രയാണ് ഈ വർഷത്തെ ഫീസ് വരുന്നതെന്ന് ചോദിച്ചാൽ ട്യൂഷൻ ഫീസായിട്ട് 80,328 രൂപയാണ്. 80,328 റുപ്പീസാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ നമ്മൾ പേയ്മെന്റ് കോളേജിന് ഫസ്റ്റ് ഇയറിൽ ചെയ്യേണ്ടത്. സ്പെഷ്യൽ ഫീസ് ആയിട്ട് 23,980 23,000 രൂപ അടുത്തൊരു എമൗണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അത് സ്പെഷ്യൽ ഫീസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഫീസിന്റെ ഇനത്തിൽ വരും. സെക്കൻഡ് ഇയർ മുതൽ 21,000 ആൻഡ് സംതിങ് ആണ് വരുന്നത്. ഇത് കൂടാതെ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് 10,000 റുപ്പീസ് കൂടെ നമ്മൾ അഡീഷണലി അടയ്ക്കേണ്ടതുണ്ട്. ഈ 10,000 റുപ്പീസ് കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് റീഫണ്ട് കിട്ടുന്നതാണ്. നിങ്ങൾ 4 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കോളേജസിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കോളേജസിൽ നിന്ന് അത് റീഫണ്ട് ചെയ്ത് കിട്ടും. ഓക്കെ, സോ ഇതാണ് വരുന്നത്. NRI സീറ്റിന്റെ ഫീസ് അപ്രോക്സിമേറ്റ്ലി 1 lakh എബോവ് വരും ഒരു 1 ഇയറിലേക്കുള്ള ഫീസ് വരുന്നത്. ഇത് ഗവൺമെന്റ് അംഗീകൃതമായ ഒരു ഫീസാണ് വരുന്നത്. എല്ലാ കോളേജിനും PNC മാർക്ക് വഴി വരുന്ന എല്ലാ കോളേജസിനും ഈ ഒരു ഫീസ് ആയിരിക്കും വരുന്നത്. എക്സ്ട്രാ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതൊക്കെ കോളേജസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മേടിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് കൊടുക്കുക. അതിന് മുൻപായിട്ട് തന്നെ ജൂലൈ 15 വരെ സമയമുണ്ട്. നിങ്ങൾക്ക് വേണ്ട കോളേജ് വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്ത് കണ്ട് കൺഫേം ആക്കി കോളേജിൻ്റെ ഫെസിലിറ്റീസ് ഇൻട്രസ്റ്റ് ആയി ഇഷ്ടപ്പെട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ NRI സ്റ്റുഡൻസ് ആണെങ്കിൽ എത്രയാണ് അവരുടെ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്യൂഷൻ ഫീസ് 1,45,000 കൂടെ വരുന്നുണ്ട്. 4,500 സോറി. ദെൻ സ്പെഷ്യൽ ഫീസ് ആയിട്ട് 23,000 സെയിം ആണ്. കോഷൻ ഡിപ്പോസിറ്റ് 10,000. ഇതാണ് NRI കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന്റെ ഫീസ് വരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഇൻഫർമേഷൻസ്. ദെൻ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡേറ്റ്സ് ആണ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇഷ്യൂ ചെയ്തത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് June 9 ആണ്. ലിസ്റ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ 15 ഞാൻ പറഞ്ഞ പോലെ ജൂലൈ 15 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പബ്ലിക്കേഷൻ ഓഫ് ദ ഡേറ്റ വെരിഫിക്കേഷൻ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ് വിത്ത് റിമാർക്സ് 17/7. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് കറക്ഷൻ അതായത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ 25 വരെ ഡേറ്റ് ഉണ്ട്. ദെൻ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് 31 ജൂലൈ ആണ്. ജൂലൈ 31 പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ദെൻ പബ്ലിക്കേഷൻ അലോട്ട്മെന്റ് അപ്രൂവൽ ഫ്രം ദ കമ്മിറ്റി, പ്രയർ അപ്രൂവൽ ഫ്രം ദ കമ്മിറ്റി, അതായത് അതിനെ ബേസ് ചെയ്ത് ഇതിന്റെ ഇതാണ് അലോട്ട്മെന്റിന് ലിസ്റ്റസ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ളത്. ഇനി ലിസ്റ്റ് ഓഫ് ദ കോളേജസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും PNC മാർക്കിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നൊരു ബേസിക് ഐഡിയ ഉണ്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞു തരാം. ഇനി വരുന്നതാണ് രജിസ്ട്രേഷൻ. സോ ഈ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷനിൽ BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോളം ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ ഇവിടെ ആപ്ലിക്കൻറ്റിൻ്റെ നെയിം, നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ ഡിസ്ട്രിക്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ, ബേസിക് ഇൻഫർമേഷൻസ്. ദെൻ ക്യാപ്ച ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു 1,200 1200 രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുണ്ട്. ആ ഫീസും അടച്ച്
നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് PNC മാർക്കിൻ റിലേറ്റഡ് ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഉള്ള ഒരു കാര്യമാണ് കോളേജസ്. ഓക്കെ, കോളേജസ് നിങ്ങൾ 10 കോളേജസ് ആണ് ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള കോളേജസ് ആണ് വേണ്ടത്. എൻ്റെ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന കോളേജസ് ആണെങ്കിൽ അതിലേതാണോ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും സൗകര്യമുള്ളത്, ഏറ്റവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആ കോളേജ് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ചില സ്റ്റുഡൻസ് എങ്കിലും PNC മാർക്ക് ഈ ഒരു രീതിയിൽ, കാരണം ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ത്രൂ ഒക്കെ വരുന്ന കോളേജസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന കോളേജസ് ആയതുകൊണ്ട് തന്നെ ചില സ്റ്റുഡൻസ് ഇതെല്ലാ കോളേജസും നല്ലതാണ്, അടിപൊളിയാണ് എന്നൊക്കെ വിശ്വസിച്ച് കോളേജസിന് ഇൻഫ്രാസ്ട്രക്ചറോ ഹോസ്റ്റൽ ഫെസിലിറ്റീസോ ചെക്ക് ചെയ്യാതെ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ആയിട്ടുള്ള കോളേജസ് ചൂസ് ചെയ്യണം. എനിവേ കോളേജസിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടായിരിക്കും. സോ ആസ് പെർ യുവർ കൺവീനിയൻസ്, നിങ്ങൾ എങ്ങനെയാണോ ഒരു കോളേജ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണോ ആ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കൺഫേം ആയി കണ്ടതിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കാവുള്ളൂ. ഓക്കെ, സോ ആസ് പെർ യുവർ മാർക്സ്, നിങ്ങളുടെ മാർക്കും അതിനകത്തൊരു ഫാക്ടറാണ്. നല്ലൊരു മാർക്കുള്ള സ്റ്റുഡൻ്റ് ആണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാം, നല്ലൊരു കോളേജ് തന്നെ ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് പ്രൈവറ്റ് മാനേജ്മെന്റ് ആണ്. LBS വഴി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് ഗവൺമെന്റ് കോളേജസ് ഉണ്ട്. എല്ലാം ഗവൺമെന്റ് കോട്ടയിലായിരിക്കും വരുന്നത്. ഫീസിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗവൺമെന്റ് സീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഫീസിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. സോ അതിലും ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്യാമ്പസ് ചെക്ക് ചെയ്ത് നോക്കുക. കംഫർട്ടബിൾ ആണ്, റാഗിങ് ഫ്രീ ആണ്, അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് ആണ് ഹോസ്റ്റൽ സൗകര്യങ്ങൾ. ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും, മൊബൈൽ റെസ്ട്രിക്ഷൻസ്, ചിലപ്പോൾ നിങ്ങൾക്ക് ടൈമിങ്, ഒത്തിരി റൂൾസ്, ഇതൊക്കെയുള്ള കോളേജസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത നല്ല കോളേജസ് ഉണ്ട്. കേരളത്തിലാണെന്ന് വിചാരിച്ച് എല്ലാ കോളേജസും സൂപ്പർ ആണെന്നൊന്നും കരുതരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫിലിയേഷൻ ആൻഡ് അക്രഡിറ്റേഷൻസ് ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ ലിവിങ് അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും ഒരുപോലെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ പോയി കണ്ട് കൺഫർമേഷൻ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ആൻഡ് ചെക്ക് ചെയ്യേണ്ട സമയത്ത് സ്റ്റുഡൻസ് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റൽ ചൂസ് ചെയ്യുമ്പോൾ. ഹോസ്റ്റൽ നോക്കണം എന്ന് പറയാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഹോസ്റ്റലിൽ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് നോക്കുക, ലൈക്ക് സെക്യൂരിറ്റീസ്, അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ടൂ മച്ച് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസിന് എത്ര കണ്ട് അഡ്ജസ്റ്റബിൾ ആവും എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കൺവീനിയൻ്റ് ആണ്. ഒത്തിരി റെസ്ട്രിക്ഷൻസിലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, അതാണ് സാറ്റിസ്ഫാക്ടറി എന്ന് പറയുവാണെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. എന്നാൽ എനിക്കൊരു അല്പസ്വല്പം ഫ്രീഡം ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോളേജസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതർവൈസ് ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 months ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, അക്കാഡമിക് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഇതെല്ലാം കൂടി കഴിയുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കോളേജസും നിങ്ങളുടെ പഠിക്കാനുള്ള എൻവയോൺമെൻറ്റ് നല്ലതും കൺവീനിയൻറ്റും ആണെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നിങ്ങൾ ഹോസ്റ്റൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, റൂം നോക്കുക. റൂമിൽ എത്ര പേരാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ചിലപ്പോൾ ഡോർമെറ്ററി ഫെസിലിറ്റീസ് ഉണ്ടാവും. ഒരു 8 സ്റ്റുഡൻസ് 16 സ്റ്റുഡൻസ് ഒക്കെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരിക്കും. 4 members ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 members റൂംസ് ഒക്കെ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ 18 അല്ലെങ്കിൽ ഒരു 6 members എന്ന് പറഞ്ഞാൽ വലിയ സൗകര്യമുള്ള വലിയ റൂംസ് ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ 4 members റൂം വളരെ കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണോ വേണ്ടത് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ചെക്ക് ചെയ്ത് നോക്കുക. ഫുഡ് നോക്കുക. ഓക്കെ, ഫുഡ് കേരളത്തിലായതുകൊണ്ട് മാത്രം എല്ലാ ഫുഡും കേരള ഫുഡ്, ട്രഡീഷണൽ ഫുഡ്, നല്ല ഫുഡ് ആവണം നിർബന്ധമൊന്നുമില്ല. സോ നിങ്ങൾ ഹോസ്റ്റലിലെ ഫുഡ് ഓക്കെ ആണോ എന്ന് വേണമെങ്കിൽ സീനിയർ സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഡയറക്റ്റ് ആയിട്ട് കോളേജിലോ ചോദിച്ച് കൺഫേം ചെയ്യാം. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് നിങ്ങളാണ് കോളേജ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് കോളേജസിനോട് ചോദിച്ച് ക്ലാരിഫിക്കേഷൻ മേടിക്കാവുന്നതാണ്. ആരും ഒന്നും പറയില്ല ഞാൻ കോളേജിൽ പഠിക്കാൻ പോകുന്നതല്ലേ എങ്ങനെയാണ് ചോദിക്കുന്നത്, അങ്ങനത്തെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കണ്ണൂരാണ് ഒരു കോളേജസ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അത് പരിയാരം മെഡിക്കൽ കോളേജ് അല്ല, ഇത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജാണ്. ദെൻ ക്രസൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, അതുപോലെ ധനലക്ഷ്മി, കൊയിലി, ലൂർദ്. ഇപ്പോൾ ഓരോ കോളേജസും എങ്ങനെയാണെന്നുള്ളത് എക്സാക്ട്ലി നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റിൽ ഇടുവാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഇവിടെ അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏജൻസി വഴിയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഈ PNC മാർക്കിൽ ആപ്ലിക്കേഷൻ അയച്ചാൽ മാത്രം മതി. എക്സ്ട്രാ ഇതിൻ്റെ ഇടയ്ക്ക് മിഡിൽ ആൾക്കാരൊന്നുമില്ല. കാണണമെങ്കിൽ കോളേജസ് പോവുക, കോളേജസ് പ്രോസ്പെക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ തരാറുണ്ട്, അപ്പോൾ അതൊക്കെ റിസീവ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ കോളേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ അല്ലാതെ ഇതിൻ്റെ മിഡിലായിട്ട് ഏജൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ PNC മാർക്കിൽ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ചൂസ് വൈസ്ലി, നല്ല കോളേജസ് ചൂസ് ചെയ്യുക. സമയം ഇഷ്ടം പോലെയുണ്ട്, ജൂലൈ 15 വരെ സമയമുണ്ട്. സോ അത്രയും സമയം എടുത്ത് നിങ്ങൾ സാവധാനത്തിൽ ആപ്ലിക്കേഷൻ അയക്കുക. ദെൻ ഈ ഓരോ ദിവസങ്ങൾ, ഓരോ അലോട്ട്മെന്റ് വരുന്ന ഡേറ്റ്, റാങ്ക് ലിസ്റ്റ് വരുന്ന ഡേറ്റ് ഓർമ്മയിൽ വെക്കുക. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്, അത് ഓർമ്മിച്ചിരിക്കുക. ദെൻ കറക്റ്റ് ഡേറ്റിന് തന്നെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് PNC മാർക്കിന്റെ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഡൗട്ട്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റിൽ അറിയിക്കുക. കമന്റിൽ നമ്മൾ മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.